വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിഡ് ക്യാപ് നിഫ്റ്റിയെ കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു സാധ്യതയെ പറ്റി മിനിയാന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. GRSയുടെ വീഡിയോയിലാണെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സമയമായിട്ടുണ്ട്. എസ്പെഷ്യലി കുറച്ച് എന്താ പറയുക, ഈ വാല്യുവേഷൻ സോൺ, അതായത് ഓവർ വാല്യുവേഷൻ സോണിലേക്ക് റൺ ഔട്ട് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളിൽ, അതായത് നല്ല രീതിയിൽ നേരത്തെ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുള്ള മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത്തരം സ്റ്റോക്കുകൾ ഓൾറെഡി ഓവർ വാല്യൂഡ് സോണിലെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ഓവർ വാല്യുവേഷനിൽ ആ സോണിൽ എത്തിയിട്ടുള്ള സ്റ്റോക്കുകളിൽ തന്നെയാണ്, അല്ലെങ്കിൽ നല്ല ബീറ്റ ഉള്ള സ്റ്റോക്കുകളിൽ തന്നെയാണ് അത്യാവശ്യം പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനിടയായിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പോർഷനിലേക്ക് പാർട്ടിൽ വരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത് മിഡ് ക്യാപ് നിഫ്റ്റിയെ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് മിഡ് ക്യാപ് നിഫ്റ്റി ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും മിഡ് ക്യാപ് നിഫ്റ്റിയിലെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്ന 2024 30 ആയിരുന്നു, സെപ്റ്റംബർ 30 കണ്ടില്ലേ ഇവിടെ. ഈ ഒരു ഓൾ ടൈം ഹൈയിലാണ് ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിരുന്നത്. സോ വളരെ സ്വാഭാവികപരമായിട്ടുള്ള ഓൾ ടൈം ഹൈയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭയങ്കരമായിട്ടുള്ള റെസിസ്റ്റൻസ് കാരണം ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. ഇതായിരുന്നു അന്ന് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്ന് എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോടും യൂട്യൂബ് വീഡിയോയിലും ഞാൻ പറയാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. സോ ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. കാരണം നമുക്കറിയാം ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ സ്വാഭാവികമാണ്. സോ അത്തരത്തിലുള്ള ഒരു കാര്യമുള്ളൂ, അല്ലാതെ വലിയൊരു നെഗറ്റിവിറ്റി ഒന്നും മാർക്കറ്റിൽ ഇതിനില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇന്ന് ഈ ഒരു ഫോളിലും അത്യാവശ്യം DIIs നല്ല രീതിയിൽ എന്താ പറയുക, മിഡ് ക്യാപ് സ്റ്റോക്കുകൾ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. 9000 ക്രോറിൻ്റെ ബൈങ് ആണ് DIIs ഇന്ന് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം ബിഗ് പ്ലെയേഴ്സും വലിയൊരു നെഗറ്റിവിറ്റി മാർക്കറ്റിൽ കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഫെർദർ അനാലിസിസ് എന്നുള്ളതിനാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് ടേം ബ്രേക്ക് ഔട്ടിൽ 1.618 എന്ന് പറയുന്നതിൻ്റെ ഒരു ടാർഗറ്റ് കൂടിയായിരുന്നു മിഡ് ക്യാപ് നിഫ്റ്റിയിൽ. സോ രണ്ടും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സോണായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കിനി നോക്കാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ലെൻസ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അത് ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി പോയിന്റുകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ നമുക്കറിയാം ഇനി ഡെയിലി ടൈം ഫ്രെയിമിൽ കാണുന്ന ഒരു നോർമൽ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് 12,900 സോ അതൊരു നോർമൽ ലിക്വിഡിറ്റി ഏരിയ ആണ്. സോ അതിന് ഒരു സിഗ്നിഫിക്കൻസ് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ വീണ്ടും ചെയ്യുന്നത് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വി ക്യാൻ സി ദ നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് ഈസ് 12,800. അതായത് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ 12,800 വരെ ഒരു റീടെസ്റ്റിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവിടുന്ന് നല്ല രീതിയിലൊരു ക്വസ്റ്റ്യൻ എടുക്കാനും സാധ്യതയുണ്ട്. സോ ഇവിടെ എത്തുന്ന സമയത്ത് വീണ്ടും പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ ഉണ്ടാവും. ഇതൊരു പുതിയ വൈക്കോഫിയൻ സെറ്റപ്പാണ്. നമുക്കറിയാവുന്ന പോലെ വൈക്കോഫിയൻ സെറ്റപ്പ് എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർ നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അനാലിസിസിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ്, ട്രാപ്പ് ട്രേഡിംഗ് പാറ്റേണിനെ കുറിച്ചാണ് വൈക്കോഫിയൻ സെറ്റപ്പിൽ പറയുന്നത്. അത് ഞാൻ കുറച്ച് സമയത്തിനകം ഇതിൽ തന്നെ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാണിച്ചു തരാം. സോ ആ ഒരു സെറ്റപ്പിലേക്ക് ഇനി വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടും. സോ അടുത്ത 1-2 ദിവസങ്ങളിൽ കൂടി നമുക്ക് ചെറിയൊരു സെൽ ഓഫ് കാണാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ അടുത്തൊരു ബ്രേക്ക് ഔട്ട് മൂവ്മെൻ്റ് ഒക്കെയാണ് വരാൻ സാധ്യതയുള്ളത്. അടുത്തൊരു ബ്രേക്ക് ഔട്ട് മൂവ്മെൻറ്റ് 13,389 മേലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് അനദർ ഗുഡ് മൂവ് ഇൻ മിഡ് ക്യാപ് നിഫ്റ്റി. സോ അതിനനുസരിച്ച് നിങ്ങൾ റൈറ്റ് ടൈമിൽ റൈറ്റ് സ്റ്റോക്സ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, ഇനി നിങ്ങൾ ഇവിടെ സപ്പോർട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ വിചാരിക്കുന്നത്, ഇന്ന് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീമിയം ഗ്രൂപ്പിലല്ലാത്ത ആളുകൾ ചെയ്യുന്നത്, അവർ വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നല്ല പ്രോഫിറ്റിലാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഭയങ്കരമായിട്ട് ചെറിയൊരു കറക്ഷൻ വരുമ്പോഴേക്ക് ഭീമമായിട്ട് വീഴുന്നു എന്നുള്ളത്. സോ അത് എന്താണ് എന്നുള്ളത് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ കഴിഞ്ഞ 1-2 ദിവസം മുമ്പ്, ഇന്നലെയാണ് ബീറ്റയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ നമുക്കൊരു റെസിസ്റ്റൻസിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി, വൊളാറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ഷിഫ്റ്റ് അവർ സ്റ്റോക്ക് സെലക്ഷൻ ഇൻ ടു ലോ ബീറ്റ സ്റ്റോക്സ്. ലോ ബീറ്റ സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത്
അതിൻ്റെ അത്ര മൂവ്മെൻറ്റ് നമ്മുടെ ലോ ബീറ്റ സ്റ്റോക്കിൽ വരില്ല. അതായത് ഇൻഡെക്സ് ഭയങ്കരമായിട്ട് ഫോൾ ചെയ്യുന്ന സമയത്ത് ഈ ബീറ്റ സ്റ്റോക്ക് 1 എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മൂവ്സ് എക്സാക്ട്ലി വിത്ത് ദ മാർക്കറ്റ്. അതായത് ഇൻഡെക്സ് 2% കുറയുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 2% കുറയുള്ളൂ. പക്ഷേ ബീറ്റ 1ൽ കൂടുതൽ 2ഉം 3ഉം 4ഉം ഒക്കെ ബീറ്റ സ്കോറുള്ള സ്റ്റോക്കുകളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ളത്. സോ അത്തരം സ്റ്റോക്കുകളാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡെക്സിൽ ചെറിയ കറക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള ലോസ് നിങ്ങൾക്ക് വരാമെന്നുള്ളതാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റിൽ എസ്പെഷ്യലി നമുക്ക് ബീറ്റ മീൻസ് മിഡ് ക്യാപ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഭയങ്കര റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളാണ്, നല്ല മൊമെൻറ്റം പിക്ക് ചെയ്യാനുള്ള താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട് ആക്കിയിട്ടും മാറ്റാം. പക്ഷേ അത് ബ്രേക്ക് ഔട്ടിൻ്റെ സമയത്ത് വേണം എടുക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് താഴെ പോകുമ്പോൾ അത് നെഗറ്റീവ് എഫക്റ്റിൽ 3ഓ 4ഓ ബീറ്റ സ്കോർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി 1% ഇന്നിപ്പോൾ 1% കുറഞ്ഞിട്ടുണ്ടാവും. ആ 1% കുറയുമ്പോഴും നിങ്ങളുടെ സ്റ്റോക്ക് 3ഓ 4ഓ% കുറയും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ എന്താ പറയുക പോർട്ട്ഫോളിയോയിലുള്ളത് അത് ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. ബീറ്റ കുറവും ചില സ്റ്റോക്കിൽ ബീറ്റ കൂടുതലുള്ളതാണ്. ബീറ്റ കുറവ് വളരെ സേഫ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും, അല്ലെങ്കിൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ അത് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പം മറ്റേതിൻ്റെ അത്ര മൂവ്മെൻറ്റ് തരില്ലെങ്കിലും ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, അപ്വാർഡ് മൂവ്മെൻറ്റ് അത് തന്നിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റേ ബീറ്റ ഹൈ ബീറ്റ ഉള്ള സ്റ്റോക്കുകൾ കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ബീറ്റ മുഖാന്തരം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇതൊരു വലിയൊരു ഏരിയയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ചാനൽ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. ബാക്കിയുള്ള ആളുകൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു കണ്ടന്റിനെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ബാക്ക് ടു മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇനി ഒരു സപ്പോർട്ട് എടുക്കുന്ന പോലെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് ചെറിയ ബീറ്റ ഉള്ള, അതായത് മാർക്കറ്റ് ബീറ്റയേക്കാൾ ചെറുത്, ഒന്നിനേക്കാൾ കുറഞ്ഞ ബീറ്റ സ്കോറുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇതാണ് നമ്മളുടെ ഒരു ബീറ്റ സ്കോർ. ഇപ്പോൾ GRSC എന്നൊക്കെ പറയുന്നത് ഹൈ ബീറ്റ ഉള്ള ഒരു സ്റ്റോക്കാണ്, അദാനി, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ അതിനെയൊക്കെ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ, ബീറ്റയെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത്തരം സ്റ്റോക്കുകളിൽ വളരെ കുറച്ച് അലോക്കേഷൻ കൊടുക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പം അപ്വാർഡ് മൂവ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടും. ഇനി ഡൗൺവാർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോസ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ബീറ്റ കുറവുള്ള കുറച്ച് മിഡ് ക്യാപ് സ്റ്റോക്കുകൾ നമുക്കൊന്ന് നോക്കാം. ബീറ്റ കുറവുള്ള കുറച്ച് മിഡ് ക്യാപ് സ്റ്റോക്കുകൾ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ 0 ആണ് ബീറ്റ. ലോയിഡ് SME, AIIL, നെറ്റ്വെബ്, ജിയോഫിൻ, SBFC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ചെണ്ണം ബീറ്റ കുറവാണ്. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്, കണ്ടല്ലേ. സോ ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത്, ഇത് ഞാൻ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തൊരു എക്സലാണ്. ഞാൻ മറ്റൊരു തരത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലൂടെ കാണിച്ചു തരാം എന്താണ് അതിൻ്റെ റെലവൻസ് എന്നുള്ളത്. സോ നിങ്ങളിത് ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എന്താ പറയുക പോർട്ട്ഫോളിയോ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റ് ചെറുതായി വീഴുമ്പോഴേക്ക് ഭീമമായ നഷ്ടം കുറക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്തരം വോളറ്റൈൽ ആയിട്ടുള്ള സമയങ്ങളിൽ മാക്സിമം ബീറ്റ കുറവുള്ള, അതായത് ഒന്നിനേക്കാൾ കുറവുള്ള അല്ലെങ്കിൽ 0.5നേക്കാൾ കുറവുള്ള സ്റ്റോക്കുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു വൈക്കോഫിയൻ സെറ്റപ്പിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ, മുൻപ് ഞാനതിനൊരു റീപ്ലേ കൊടുക്കുന്നുണ്ട്. ഇതായിരുന്നു മിഡ് ക്യാപ് നിഫ്റ്റിയിലുള്ളൊരു ഫോർമേഷൻ. ഒരു ട്രെൻഡ് വന്നു, നമുക്കറിയാം. ഒരു ട്രെൻഡ് വന്നിട്ട് പിന്നെ വാല്യൂ സെറ്റപ്പിലേക്ക് വന്ന് ഒരു സെൽ മാനിപ്പുലേഷൻ കാണിക്കും. ആ സെൽ മാനിപ്പുലേഷന് ശേഷമാണ് നമുക്കൊരു ബൈ പ്രഷർ, അതായത് ഡിസ്ട്രിബ്യൂഷൻ എഫക്റ്റ് ഉണ്ടാവുക. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ആ ഒരു മാനിപ്പുലേഷനുള്ള സാധ്യത കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, റീസെൻറ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ഏപ്രിൽ 2025 മുതലാണ് നോക്കുന്നത്. ഈ ഒരു വൈക്കോഫിയൻ സെറ്റപ്പിലേക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബോക്സ് വരക്കാറുണ്ട്, ഒരു വാല്യൂ ബോക്സിലേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയയിലായപ്പോൾ നമുക്ക് എന്താണ് ഒരു സെല്ലിംഗ് പ്രഷർ, അല്ലെങ്കിൽ ഒരു മാനിപ്പുലേറ്റീവ് സെല്ലിംഗ് പ്രഷർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് പ്ലേയേഴ്സ്. അതിനുശേഷം നമുക്ക് അറിയാം, ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, 1.618 അല്ലെങ്കിൽ 1.382 എന്ന ടാർഗറ്റിലേക്ക് വരിക. സോ ആദ്യം വരുന്നത് 1.382 എന്ന ടാർഗറ്റിലേക്കാണ്, 12,900. സോ അവിടെ വന്ന ഉടനെ തന്നെ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ വേണ്ടി പറ്റി. പിന്നെ അവിടുന്ന് ഇവിടെ ഒരു എന്താ പറയുക 100 EMAയിലും അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലും ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് 1.618 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഇനി ഒരു ഇത് വരുന്നത്. സോ ഇതൊരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷൻ തന്നെയാണ് മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ഇതേ ഒരു സെറ്റപ്പിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ നമുക്ക് കണ്ടു, അതിനുശേഷം ഒരു
ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ ഒരു പർപ്പിൾ കളറിൽ. ആ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ബ്രേക്ക് ഔട്ട് കൺഫേം ആവുന്നത്. ആഫ്റ്റർ റീടെസ്റ്റ് പിന്നെ ഒരു നല്ല മൊമെൻറ്റത്തിൽ നമുക്ക് അടുത്ത ടാർഗറ്റിലേക്ക് പോവുകയാണ് ചെയ്യുക. സോ ഇനി ഇവിടുത്തെ ഇതേപോലത്തെ ഒരു ഫോർമേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു ചെറിയ സെല്ലിംഗ് പ്രഷർ, ആ സെല്ലിംഗ് പ്രഷറിലൊക്കെയാണ് കൂടുതൽ ആൾക്കാരും പാനിക്കായിട്ട് സെല്ല് ചെയ്ത് പോകുക എന്നുള്ളത്. സോ നിങ്ങൾ വളരെ വിജിലൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളുടെ നല്ല സ്റ്റോക്കുകളൊക്കെ അല്ലെങ്കിൽ നല്ല വാല്യുവേഷനിലുള്ള സ്റ്റോക്കുകൾ നല്ല എന്താ പറയുക, ഫെയർ വാല്യൂ സോണിൽ നിന്ന്, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി സോണിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ലിക്വിഡിറ്റി ടൂൾ ഇല്ലാത്ത ആളുകൾ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആക്സസ് എടുക്കാവുന്നതാണ്. ചെറിയൊരു ചാർജിലാണ് നമ്മളത് കൊടുക്കുന്നത്. സോ അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പും ഉണ്ടായിരിക്കും, അതിലെ സപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതാണ് മിഡ് ക്യാപ് നിഫ്റ്റിയെ പറ്റി ഇനി പറയാനുള്ളത്. ഈ ഒരു ഏരിയ നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇവിടുന്ന് ഒരു കൺസോൾട്ടേഷൻ വന്നിട്ട് വീണ്ടും ഒരു ഇതേ സെനാരിയോ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഏരിയയിലേക്കുള്ള നല്ലൊരു ബ്രേക്ക് ഔട്ട്, അതായത് 14,000 ഈ ഒരു ഏരിയയിലേക്കുള്ള ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇനി അതല്ല, ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വലിയൊരു കറക്ഷൻ തന്നെ നേരിടേണ്ടി വരും. സോ ഈ ഒരു സോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോണാണ്. നമ്മൾ തുടരെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഞാൻ ഇനി ലൈവിൽ വരാൻ വിചാരിക്കുന്നുണ്ട് ഓരോ നൈറ്റും ഇതേപോലെ ഇൻഡെക്സ് അനാലിസിസിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ലൈവിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള ലൈവ്, അതായത് അന്നത്തെ ദിവസത്തെ ഒരു ലിക്വിഡിറ്റി സോണുകളൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കി കാണാവുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നൈസ് ട്രേഡിൻ്റെ കൊറിലേഷൻ ടൂൾ എടുക്കുന്നുണ്ട്. കൊറിലേഷൻ ടൂൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റയുടെ ഒരു എലമെൻ്റ് തന്നെയാണ് കൊറിലേഷൻ എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നത് കോറിലേഷൻ ഇൻറ്റു സ്റ്റോക്കിൻ്റെ വൊളാറ്റിലിറ്റിയാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ കൊറിലേഷൻ എന്ന് പറയുന്നത് ബീറ്റയുടെ ഒരു മെഷർ തന്നെയാണ്. സോ നമ്മൾ നൈസ് ട്രേഡിൻ്റെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കൊറിലേഷൻ നോക്കാൻ വേണ്ടിയിട്ട്. സോ കൊറിലേഷനിലൂടെയും നമുക്ക് ബീറ്റയുടെ ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ്. സോ ഞാൻ ഈ ഒരു മെസ്സേജ് ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് 1-2 സ്റ്റോക്കുകളൊക്കെ ഞാൻ ബീറ്റ കുറവുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൊളാറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ബീറ്റ കുറച്ച് കുറഞ്ഞ സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പല സ്റ്റോക്കുകളും അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മിക്ക സമയത്തും ബീറ്റയും കൂടി നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അത് ബീറ്റ ഞാൻ നോക്കുന്നത് ഞാൻ തന്നെ ഈ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇതിലാണ് എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇപ്പം ഞാൻ എൻ്റെ ഒരു വാച്ച് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ മന്ത്ലി വാച്ച് ലിസ്റ്റാണ് ഞാൻ നോക്കുന്നത്. മന്ത്ലി വാച്ച് ലിസ്റ്റിൽ ആദ്യം വന്ന കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഞാൻ അതിൻ്റെ 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് എടുക്കുന്നത്. കാരണം ചില സമയത്തൊക്കെ 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഞാൻ സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ കോറിലേഷൻ നോക്കുന്നത് ഞാനിവിടെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ്. ഇന്ന് ഈ മിഡ് ക്യാപ്പുകളൊക്കെ വീണ സമയത്ത് ഈ സ്റ്റോക്ക് 8% മേലേക്ക് കയറിയിട്ടുള്ളത്. നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്, അതായത് മന്ത്ലി വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് കോറിലേഷൻ അല്ല, അല്ലെങ്കിൽ നെഗറ്റീവ് കോറിലേഷനാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വീഴുകയാണെങ്കിൽ ഇത്തരം സ്റ്റോക്കുകൾ മാർക്കറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് സഞ്ചരിക്കും. അതും സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് സംഗതികളാണ്. സോ ചില സമയത്തൊക്കെ നമുക്ക് അത്തരം സ്റ്റോക്കുകൾ കാണാൻ വേണ്ടി പറ്റും. അതായത് മാർക്കറ്റ് വീണോട്ടെ കുഴപ്പമില്ല, ഞങ്ങൾ അത്യാവശ്യം നല്ല മൊമെൻ്റ് ഉള്ള ബ്രേക്ക് ഔട്ടിലാണ്. കാരണം ഇവിടെ മുതലേ ഈ സ്റ്റോക്ക് നല്ല ബ്രേക്ക് ഔട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റിലെ ചെറിയ കറക്ഷൻ ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. സോ ഇന്നൊക്കെ നല്ല രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഒരു തരത്തിലും അതിന് സംഭവിച്ചിട്ടില്ല, ഒരു കറക്ഷൻ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ തിലക് നഗർ ഇൻഡസ്ട്രീസ് ആണെങ്കിലും നമുക്ക് നോക്കാം. അതിൻ്റെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, നെഗറ്റീവ് കൊറിലേഷനാണ് വന്നിട്ടുള്ളത്. അടുത്തത് നവ ഇൻഡസ്ട്രീസ്. നവ നോക്കുക, ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കോറിലേഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു വീഴ്ച ഇതിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇതാണ് നമ്മളെ ഫോഴ്സ് മോട്ടോഴ്സിലും ഭീമമായിട്ടുള്ള ഒരു കറക്ഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അതൊക്കെ നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും, കണ്ടല്ലേ, 0.67 സ്ട്രോങ് നെഗറ്റീവ് കോറിലേഷനാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ സുവേൻ ഞാൻ ഇന്നലെ യൂട്യൂബ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. നോക്കുക, എല്ലാം നെഗറ്റീവ് കോറിലേഷനാണ്. ഇനി നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം. ഓപ്പോസിറ്റ് നോക്കുന്ന സമയത്ത് മാപ്പ് മൈ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ളതെന്ന് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നോക്കുന്ന സമയത്ത് ഭയങ്കര വലിയ കോറിലേഷൻ, നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്കത് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വരാനുള്ള സമയമാണ്. ഓക്കെ, വെരി സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷനാണ്. അതായത് ഇന്ന് മാർക്കറ്റ് വീണു. അപ്പോൾ മാർക്കറ്റ് വീണപ്പോൾ 88%
ഈ സ്റ്റോക്കും വീഴാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. 0.5ന്റെ മേലെ ആവുമ്പോൾ തന്നെ നമുക്ക് മോർ ദാൻ 1 ബീറ്റയുടെ ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് ഒന്നിനേക്കാൾ കൂടുതൽ എന്നുള്ള എലമെന്റിലേക്ക് നമുക്ക് വരും. സോ 0.88 എന്നൊക്കെ പറയുമ്പോൾ ഒരു 1.5 1.7 ബീറ്റയ്ക്ക് തുല്യമാണ്. സോ മാർക്കറ്റ് 1% വീണപ്പം അതിനേക്കാൾ 1.7 എക്സ് ടൈംസ് ആണ് ഈ ഒരു സ്റ്റോക്ക് വീണിട്ടുള്ളത് എന്നുള്ളതാണ്. സോ അത് നമുക്ക് നേരത്തെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഏതൊക്കെയാണ് അത്തരം സ്റ്റോക്കുകൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളത്. സോ ഇത്തരത്തിൽ നിങ്ങൾ കോറിലേഷനും കൂടി നിങ്ങളുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഭീമമായിട്ടുള്ള ലോസ് ഒരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമുക്ക് നോക്കാം, മിഡ് ക്യാപ്പിലും നിഫ്റ്റിയിലും ഞാൻ നോക്കുന്നുണ്ട്. ഇത് മിഡ് ക്യാപ്പുകളായതുകൊണ്ട് മിഡ് ക്യാപ്പിൽ നോക്കുവാണ്. പേടിഎമ്മിൻ്റെ കേസിൽ ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. ടെക്സ്റയിൽ ആണെങ്കിലും ഭയങ്കരമായിട്ട് വീണു. നേരത്തെ ഞാൻ കാണിച്ചു കണ്ടില്ലേ, കുറച്ച് ബീറ്റ അല്ലെങ്കിൽ കുറച്ച് കൊറിലേഷനുള്ള സ്റ്റോക്കുകൾ ഭയങ്കര ഇതായിട്ട് റിമൈൻ ചെയ്തപ്പോൾ ഇവിടെ നല്ല കൊറിലേഷനുള്ള സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ട് വീണു. ബിക്കോസ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് വീണല്ലോ. അതുകൊണ്ട് CDSL നോക്കാം. എന്തുകൊണ്ടാണ് ഇത്തരം സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ട് വീഴുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബീറ്റ ബാലൻസിങ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അടുത്ത ഒരു എന്താ പറയുക ഇതായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. മിസ് ചെയ്യാതിരിക്കുക. മാക്സിമം ആളുകളെ ഈ ഒരു വീഡിയോക്ക് കൂടുതൽ ലൈക്കും ഭയങ്കര ഷെയറും ഒക്കെ നിങ്ങൾ തരുവാണെങ്കിൽ അതിൽ ഭയങ്കരമായിട്ടൊരു റിസർച്ച് ചെയ്തിട്ട് ഞാൻ അതിനെക്കുറിച്ച് കൊണ്ടുവരാം. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബിൽഡിങ്ങിന് നിങ്ങളത് വളരെയധികം സഹായിക്കും. സോ ഈ ഒരു കേസ് നോക്കും നിങ്ങൾ. 89% ആണ് മിഡ് ക്യാപ്പ് നിഫ്റ്റി ആയിട്ട് ഇതിൻ്റെ കോറിലേഷൻ. അതുകൊണ്ടാണ് ഇത് 5% വീണത് എന്നുള്ളതാണ്. സോ ഈ ഒരു എൻ്റെ വാച്ച് ലിസ്റ്റ് വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രൂഫ് കാണിച്ചു തരാണ്. ബീറ്റ അല്ലെങ്കിൽ കോറിലേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മ്യൂച്വൽ ഫണ്ടുകൾ അധികം വീഴാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാർക്കറ്റ് വീഴുമ്പോൾ നമ്മളുടെ പോർട്ട്ഫോളിയോ ചിലപ്പോൾ 30-40% വീഴും. നമ്മളുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട് ചിലപ്പോൾ 5% വീഴുള്ളൂ. അത് അങ്ങനെ വീഴാതിരിക്കാനുള്ള അവരുടെ കയ്യിലുള്ള വജ്രായുധം എന്ന് പറയുന്നത് ബീറ്റ ബാലൻസിങ് ആണ്. സോ ബീറ്റ പഠിച്ചേ പറ്റൂ. നിങ്ങൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിലും ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ മാക്സിമം അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു റിസ്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിലും ബീറ്റ നിങ്ങൾ പഠിക്കണം. സോ വെയിറ്റ് ഫോർ ദി ബീറ്റ analysis video and see you with another good analysis. Bye.